ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലുള്ള പാഞ്ചാലിമേട് എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ്. ഹിന്ദു ഐതിഹ്യപ്രകാരം വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാർ പാഞ്ചാലിയോടൊത്ത് താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ പാഞ്ചാലിമേട്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ആ പേര് ലഭിക്കുന്നത്. വിശ്വാസങ്ങൾ സമന്വയിച്ച് കാണുന്ന ഈ സ്ഥലത്ത് ഒരു വശത്ത് കുരിശുകളും മറുവശത്ത് അമ്പലവും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മകരസംക്രാന്തി ഉത്സവകാലത്ത് മകരജ്യോതി ദർശിക്കാനായി ആയിരങ്ങളാണ് ഈ പാഞ്ചാലിമേടിലേക്ക് എത്തുന്നത്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട്. പാഞ്ചാലിമേടിൽ നിന്ന് നമ്മൾ നേരെ അടുത്ത് വാഗമൺ ടൗണിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടവും കണ്ട് കുറെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ വാഗമൺ വെച്ച് പിടിച്ചു. ആദ്യം നമ്മൾ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അവിടെ ബോട്ടിംഗ്, കയാക്കിംഗ്, പാരാഗ്ലൈഡിംഗ്, സിപ്പ് ലൈൻ, സൈക്ലിംഗ് തുടങ്ങിയ ഒട്ടനവധി ആക്ടിവിറ്റീസ് നമുക്കവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഉദ്ദേശം ഇതൊന്നുമല്ല, ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും എടുത്ത് നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോയി. കേരളത്തിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് വാഗമണിൽ സ്ഥിതി ചെയ്യുന്നത്. ആദ്യം കയറിയപ്പോൾ പേടി തോന്നിയെങ്കിലും പിന്നീട് ഞാനത് എൻജോയ് ചെയ്തു. വാഗമണിൽ എത്തുന്നവർ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഒരിക്കലും മിസ് ചെയ്യരുതേ. അടുത്തതായി ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ പൈൻ വനങ്ങൾ നട്ടുപിടിപ്പിച്ചത്. അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് തങ്ങൾപ്പാറയിലേക്കാണ്. ഇതൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ്. മാത്രമല്ല ഇതിന് മുകളിൽ നിന്നാൽ ഇടതൂർന്ന വനങ്ങളും പുൽമേടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഞങ്ങൾ സ്റ്റേക്കേഷന് പ്ലാൻ ചെയ്ത റിസോർട്ടിലേക്കാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.